വറസഖകും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടങ്ങളായ ആഹാരവസ്തുക്കൾ നിങ്ങൾക്ക് നൽകിയ നാഥനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് അവനല്ലാത്തവരെ പൂജിക്കുന്ന, അവനല്ലാത്തവർക്ക് പൂജ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് തലപ്പാവും ധരിച്ച് വേഷം ധരിച്ചിട്ട് പാലൊഴിച്ച് കളയുന്ന മനുഷ്യ, നിങ്ങളെന്തേ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നത്? നിങ്ങളെന്തേ ഇസ്ലാമിന്റെ പേരിൽ ആചരിക്കുന്നത്? നിങ്ങളെന്തേ ഇസ്ലാമിന്റെ പേരിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വരുമ്പോൾ അതേ ഹൈന്ദവ സഹോദരങ്ങൾ നടത്തുന്ന മഹാഗണേശോത്സവത്തിന് വിളക്ക് കൊളുത്തുന്ന ചടങ്ങിലും ഈ ചങ്ങാതിയുണ്ട്. അവിടെയും പോയി ഭവ്യതയോടെ കയ്യും കെട്ടി നിൽക്കുന്നു. അതേ, ഇവർക്കൊക്കെ എന്താ പേര്? മതസൗഹാർദ്ദമാണ് പോലും. മതസൗഹാർദ്ദം ഇങ്ങനെയാണോ? മനുഷ്യര് തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത്. മതങ്ങൾ തമ്മിൽ എന്ത് സൗഹാർദ്ദമാണ്? ഓരോ മതവും വെവ്വേറെ ആശയങ്ങളല്ലേ. ഇതെങ്ങനെയാ ഒരുമിച്ച് കൂടുക? രാവും പകലും ഒരുമിച്ചു ചേരുമോ? ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചു ചേരുമോ? വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഓരോരുത്തരും അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചോട്ടെ. പുഷ്പാർച്ചന നടത്തുന്നവർ അത് ചെയ്യട്ടെ. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റൊരു സംസ്കാരം ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന്റെ ലേബലിൽ വേണ്ട, ഇസ്ലാമിന്റെ പേരുള്ളവൻ ചെയ്യണ്ട, അങ്ങോട്ട് പോയിട്ട് ചെയ്തോ. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതത്തോടും ഇസ്ലാം ആരെയും നിർബന്ധിക്കാറില്ല. ആരെങ്കിലും നിർബന്ധിച്ചു മതപരിവർത്തനം കൊണ്ടുവരുന്നത് ഇസ്ലാമിലില്ല. ഈ എക്സിബിഷനിൽ തന്നെ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. അതേ, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എഴുതി വെച്ച ഫ്ലക്സ് ബോർഡുകളുണ്ട്. നാനാജാതി മതവിഭാഗങ്ങൾ ഈ ദിവസത്തിന്റെ ഇടക്ക് ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദർശന നഗരി സന്ദർശിച്ചില്ലേ? അവർ ഈ ആശയം കണ്ടില്ലേ, കേട്ടില്ലേ? ഇനി അവർക്ക് തീരുമാനിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. അതേ, മതത്തിൽ ബലാത്കാരമില്ല. നിർബന്ധിച്ചു ഒരാളെയും ആക്രമിച്ചു ഒരാളെയും പ്രേരിപ്പിച്ചു ഒരാളെയും മതത്തിൽ കൂട്ടുന്ന സമ്പ്രദായമില്ല. സത്യമങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, സത്യമങ്ങ് കാണിച്ചു കൊടുക്കുന്നു, സത്യമങ്ങ് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ. ഇസ്ലാമിന്റെ സൗഹാർദ്ദ സന്ദേശം അതാണ്. അതല്ലാതെ തെയ്യം തുള്ളുമ്പോ അവിടെ പോവുക, ജാറത്തിൽ അവരിങ്ങോട്ടും വരിക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേർച്ചകൾ കൊടുക്കുക, മറ്റൊരു സമൂഹത്തിന്റെ ആചാരങ്ങളെ പുകഴ്ത്തി പറയുക. അതേ, ആ രൂപത്തിലുള്ള ആചാരങ്ങളൊക്കെ എല്ലാ താലൂക്കുകളിലും നടപ്പിലാക്കണം എന്ന് പറയാൻ, ഗവൺമെന്റിനോട് പ്രത്യേകം പറയാൻ. ദസറയാഘോഷിക്കുന്ന വേളയിലും അതാ ഉപ്പിനങ്ങാടിയിലെ ഒരു ദാരിമി പോയി കൊടുക്കുന്നു. ഉപ്പിനങ്ങാടിയിലെ ഒരു ദാരിമിയതാ ദസറയോട് വല്ല മഹബത്ത് നിങ്ങൾക്ക് കാണാം. അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ താലൂക്കുകളിലും വേണ്ടതാണത്രേ ഈ ഒരു പ്രത്യേകമായ ഉത്സവമെന്ന്. തീർന്നില്ലല്ലോ, കാണിയൂർ മസ്ജിദ് സുലൈമാൻ ഫൈസിക്ക് ദീപാവലിയോട് വല്ലാത്ത പിരിശം. വളരെ ആവശ്യമായ ഉത്സവമാണത്രേ ദീപാവലി എന്ന് മൂപ്പരും പോയി ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന നിലക്ക് സംസാരിക്കുന്നു. മറ്റൊരു പുരോഹിതൻ എന്താ പണി? വേറൊരു ദാരിമി, ഒരു ഹുസൈൻ ദാരിമിയതാ ചെട്ടിമതിൽ ഉത്സവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതേ, അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പോയി പങ്കെടുത്തിട്ട് ടിയാന്റെ അഭിപ്രായം, ഈ നാടിന് അതേ ദൈവം തന്ന ഗിഫ്റ്റാണിത്. അതേ, ഇവിടുത്തെ ആ നാട്ടുകാർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് പോലും. അതേ, ഹൈന്ദവ സഹോദരാ സൂക്ഷിച്ചോ, ഇത് കാപട്യമാണ്. അയാൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ കൂടെ കൂടട്ടെ. ഇല്ലെങ്കിൽ അയാൾ പറയുന്നത് കാപട്യമല്ലേ, നിങ്ങളെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ലേ, വഞ്ചനയല്ലേ. വഞ്ചന ഒരു മുസ്ലിമിന് ചേർന്നതാണോ? മുസ്ലിമേ, നിനക്ക് ഏത് സഹോദരനോടും ബന്ധപ്പെടാം. ഹിന്ദുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം, ക്രിസ്ത്യാനിയുടെ കൂടെ താമസിക്കാം, അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാം, അവരുമായി ഇടപാട് നടത്താം, അവരുമായി ബിസിനസ് ചെയ്യാം.
അവരുമായിട്ട് അതേ യാത്ര പോകാം, എല്ലാ കാര്യങ്ങളും സൗഹാർദ്ദത്തോടെ ചെയ്യാം. പരസ്പരം പ്രയാസങ്ങളുണ്ടെങ്കിൽ സഹായിക്കണം, സഹകരിക്കണം. വീട് നിർമ്മാണത്തിന് സഹകരിക്കാം. പക്ഷേ ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള ഒരു സൗഹാർദ്ദം വേണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയോട് ഇടപാട് നടത്തിയിട്ടുണ്ട്, മുശ്രിക്കിനോട് ഇടപാട് നടത്തിയിട്ടുണ്ട്, ക്രിസ്ത്യാനിയോട് ഇടപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഉത്സവത്തിലും പോയി ഇരുന്നു കൊടുത്തിട്ടില്ല. മക്കയിലോ മദീനയിലോ നടക്കുന്ന ഒരു അമുസ്ലിം ആഘോഷങ്ങളിലും നേതാവ് പങ്കെടുത്തിട്ടില്ല. അവിടെ പോയി സൗഹാർദ്ദം പറഞ്ഞിട്ടില്ല. മറിച്ച് ദീനിന്റെ ആദർശത്തിന്റെ കാര്യം വരുമ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മുഴുവൻ ഒരു ചരടിൽ കോർക്കാൻ വേണ്ടി നിയുക്തരായ ഐക്യത്തിന്റെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാചാരത്തിലും ഒരു ഉത്സവത്തിലും പോയി പങ്കെടുത്ത് പ്രകീർത്തനം നടത്തിയിട്ടില്ല. മറിച്ച് ആദർശത്തിന്റെ രംഗമെത്തുമ്പോൾ നേതാവിന് പറയാനുള്ള ആദർശം എന്തായിരുന്നു? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ രാജ്യത്ത് എല്ലാ മതക്കാരും സൗഹാർദ്ദത്തോടെ കഴിയണം. എല്ലാവരും സൗഹാർദ്ദത്തോടെയാ കഴിയേണ്ടത്. ആരും ആരുടെയും ആരാധനാലയങ്ങൾ ആക്രമിക്കാനോ ഏതെങ്കിലും ഒരു ചടങ്ങുകളെ ആക്രമിക്കുവാനോ ഒന്നും പാടില്ല. എല്ലാവരും സൗഹാർദ്ദത്തോടെ സഹായത്തിൽ ജീവിക്കണം. പക്ഷേ ആദർശം, ഹിന്ദുവിന് ഹിന്ദുവിന്റെ ആദർശം, മുസൽമാൻ അവന്റെ ആദർശം, ക്രിസ്ത്യാനിക്ക് അവന്റെ ആദർശം, അതെല്ലാവരും സമാധാനത്തോടുകൂടി, അതേ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് വൈവിധ്യമാർന്ന മതവിഭാഗങ്ങളും ആദർശങ്ങളുമൊക്കെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ രാജ്യത്ത് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുക. പക്ഷേ അത് ഈ രൂപത്തിലല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് സൗഹാർദ്ദം മാത്രം ബാക്കി, മതം പോയി, ആ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ദാരിബിമാർക്ക്, സൈരിമാർക്ക്, ഫൈസിമാർക്ക്, ഇവർക്കൊക്കെ ഇനി എപ്പോഴാ പടച്ച റബ്ബേ ഈ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുക? എത്ര കാലമാണ് ദുന്യാവിലെ സ്ഥാനമാനങ്ങൾ, എത്ര കാലമാണ് ദുന്യാവിലെ പേരും പ്രശസ്തിയും, എത്ര കാലമാണ് ഈ പത്രത്തിലെ പേര് കൊണ്ടുള്ള ആഹ്ലാദം, ഈ പത്രത്തിലെ ഫോട്ടോ കൊണ്ടുള്ള ആഹ്ലാദം? മഹ്ശറിൽ പോയി നിൽക്കണ്ടേ? പരലോക കോടതിയിൽ നിൽക്കുമ്പോ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തു പറയാൻ സാധിക്കും? പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയി നിങ്ങളുടെ ഈ വേഷം കെട്ടൽ കണ്ട്, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് തെറ്റിദ്ധരിച്ച അനേകായിരം മുസ്ലിമീങ്ങളുടെ പാപത്തിന്റെ ഭാരം കൂടി അവർക്ക് കിട്ടുന്നതിന്റെ പുറമെ നിങ്ങൾക്കും കൂടി ഏറ്റെടുക്കേണ്ടി വരില്ലേ? ചിന്തിച്ചോളണം, ആലോചിച്ചോളണം. ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങളെ വികൃതമാക്കി അവതരിപ്പിക്കാൻ ഒരിക്കലും കൂട്ടുനിൽക്കല്ല ഉലമാക്കളെ. ഇതാണ് വിനയത്തോടെ എല്ലാവരോടും പറയാനുള്ളത്. മനസ്സിലാക്കണം, ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമായ നിലയ്ക്ക് അവിടെ ആചാരം നടക്കുമ്പോൾ, ദുർഗാംബികാമ്മ ക്ഷേത്രത്തിൽ ആചാരം ഉണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങൾ നേർച്ച കൊണ്ടുപോവുക, ഇവിടെ ഉണ്ടാകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നേർച്ച കൊണ്ടുവരിക. പുത്തൂരിലെ കടവ ദർഗയില് ആ ദർഗയുടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നല്ലോ. ഈ ദർഗയിലേക്ക് ഓയില് നേർച്ചയാക്കുന്ന ആളുകൾ, എണ്ണ നേർച്ചയാക്കുന്നവർ, തിരികൾ നേർച്ചയാക്കുന്നവർ, അതുപോലെ വലിയൊരു കറാമത്ത് എന്താ പറഞ്ഞത്? വലിയൊരു കറാമത്ത് അവിടെ പറഞ്ഞത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദർഗയുടെ പരിസരത്ത്, പള്ളിയുടെ പരിസരത്ത് പലപ്പോഴും എന്തെങ്കിലും വേണ്ടാധീനം നടന്നു കഴിഞ്ഞാൽ നാഗരാജ പ്രത്യക്ഷപ്പെടും എന്നാണ്. പാമ്പ് വരും. എവിടെ? അവിടെ പാമ്പ് എന്തെങ്കിലും അതിന്റെ പരിസരത്ത് വല്ല രൂപത്തിലുള്ള കാര്യങ്ങളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അത് തിരുത്താൻ വേണ്ടി നാഗരാജ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാഗരാജനെ ആ രൂപത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? അവിടുന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്. അതിന്റെ പരിസരത്ത് വല്ല അനിസ്ലാമികതകൾ, വേണ്ടാധീനങ്ങൾ വന്നാൽ ആരാണത്? അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഗൗരവത്തോടെ പറയാൻ ജനങ്ങൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന നിലക്ക് നാഗരാജ പ്രത്യക്ഷമാകുത്താനേ. ആരാ വരുന്നത്? നാഗരാജ വരും. നാഗരാജ വന്നിട്ട് ഇപ്പൊ പിന്നെ ആകെ പ്രശ്നമായി. എന്താ പ്രശ്നം? അതിന്റെ പരിസരത്ത് എന്തോ ആരോ അശുദ്ധി അല്ലെങ്കിൽ അശുദ്ധമാക്കി. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ മുസ്ലിയാക്കളുള്ളിടത്തോളം, ഈ വിവരം കെട്ട കൗമിനെ ഈ മുസ്ലിയാക്കൾ നയിക്കുന്നിടത്തോളം നാഗരാജ പോയ നേരണ്ടാവില്ല. കാരണം എന്താ?
മൂപ്പരെ എപ്പോഴും അവിടെ വേണ്ടിവരും. കാരണം അതിന്റെ പരിസരത്ത് എന്നും നടത്തുന്നത് അശുദ്ധം തന്നെ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പണിയല്ലേ ഈ ശിർക്ക്. ഈ ശിർക്ക് തന്നെ ഇതല്ലേ ഏറ്റവും വലിയ മാലിന്യം. ഈ ശിർക്കിന് പ്രോത്സാഹനം നടത്തുന്ന മുസ്ലിയാക്കള്. അതുപോലെ ഇനി എന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി പലപ്പോഴും പാവപ്പെട്ട ജനങ്ങൾ, ഒന്നും തിരിയാത്ത ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ടാകുമ്പോ നാഗരാജ എന്നും പ്രത്യക്ഷപ്പെടേണ്ടി വരും ഈ രൂപത്തിൽ. ഇങ്ങനെ പ്രത്യേകമായി ഓരോ ഉറൂസുകളെയും അതുപോലെ തന്നെ ജാറങ്ങളെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് ഈ സമൂഹത്തെ എന്ത് ചെയ്യുകയാണ്? ശിർക്കിലേക്ക് തന്നെ പിടിച്ചു വലിക്കുകയാണ്. അതേ, ദുന്യാവ് അവർക്ക് വേണം. ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുന്യാ ബിൽ ആഖിറ. ആഖിറത്തെ വിറ്റിട്ട് ദുന്യാവ് ഈ കൂട്ടര് വാങ്ങുകയാണ്. ദുന്യാവല്ലേ ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നത്? ആഖിറം പോയല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, എന്റെ സമുദായത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ, എന്റെ സമുദായത്തിലുള്ള ചില ഗോത്രങ്ങളതാ ബഹുദൈവ ആരാധകരോട് ചെന്നുചേരും വരെ അന്ത്യനാൾ സംഭവിക്കൂല. അതിവിടെ ഈ മുസ്ലിയാക്കളിലൂടെ പലപ്പോഴും പുലരുകയാണ്. അവരുടെ ഈ സൗഹാർദ്ദത്തിന്റെ ഈ രൂപത്തിലുള്ള വാദങ്ങളിലൂടെ പുലരുകയാണ്. മുസ്ലിമേ, ഈമാന് കാത്തു സൂക്ഷിച്ചോളണം, ഈമാൻ ശരിക്കും നിലനിർത്തിക്കോളണം. ഇത് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏറ്റവും വലിയ നിർദ്ദേശമായി കൊണ്ട് പറയുകയാണ്. ഇത്തരം ആചാരങ്ങളിലൂടെ, പ്രചരണ പരിപാടികളിലൂടെ ഇസ്ലാമിന്റെ തനതായ രൂപം തന്നെ സമൂഹം അറിയാതെയായി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ സർവ്വ അധ്യാപനങ്ങളെയും ഈ പുരോഹിതന്മാര് കാറ്റിൽ പറത്തുന്നു. ഇനിയും നോക്കൂ നിങ്ങൾ, എന്തും ഇവർക്കൊരു ബിസിനസിനുള്ള മാർഗമാക്കുകയാണ്. അതേ, മനുഷ്യന് സമാധാനമുണ്ടാക്കുന്ന കാര്യമാണ് ദിക്റുകൾ, മനുഷ്യന് ആശ്വാസം പകരുന്ന കാര്യമാണ് ദിക്റുകൾ. അല്ലാഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വസീലാ. ധാരാളമായി അല്ലാഹുവിനെ ഓർക്കൽ മുസ്ലിമേ നമുക്ക് നിർബന്ധമാണ്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടാൻ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുവോളം നമുക്ക് ചൊല്ലാനും പറയാനും ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, തസ്ബീഹുകളുണ്ട്, തക്ബീറുകളുണ്ട്, തഹ്മീദുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് പുണ്യം നേടുവാനുണ്ട്. അതേ, ആ രൂപത്തിലൊക്കെ പുണ്യം നേടുവാനുള്ള പ്രവർത്തനങ്ങളെയും കാശി പിരിക്കാനുള്ള മാർഗങ്ങളാക്കിയിട്ട് അതേ ദുആ സമ്മേളനങ്ങൾ നടത്തുന്നവർ, റാത്തീബ് സമ്മേളനം, അത് ജലാലിയ റാത്തീബ്, മുഹീദ്ദീൻ റാത്തീബ്, റിഫായി റാത്തീബ്, ആഹ് ആഹ് എന്ന് അട്ടഹസിക്കുന്ന ദിക്റുകൾ, ലാ ലാ എന്ന് പറയുന്ന ദിക്റുകൾ, അല്ലാ അല്ലാ ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നവർ, ലാ കണ്ണയില്ലല്ലാ, ലാ മൂക്കയില്ലല്ലാ, ലാ നാക്കയില്ലല്ലാ, അല്ലാതെ കണ്ണില്ല മൂക്കില്ല നാക്കില്ലെന്ന് പറയുന്ന പൊട്ടൻ ദിക്റുകൾ, അതൊക്കെ ശരിയായ ദിക്റുകളാണെന്ന് ഫത്വ കൊടുക്കുന്ന സഖാഫിമാരും ഒക്കെ കൂടി ഈ സമുദായത്തെ നശിപ്പിച്ചു കളയുന്നു. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം. അവരോട് പറഞ്ഞു പറ്റിക്കുക, റാത്തീബിലേക്ക് ഈ നാട്ടിലെ എല്ലാ മുസീബത്തുകളും നീങ്ങിക്കിട്ടാൻ ഓരോ വീട്ടിൽ നിന്നും ഓരോ ആട്ടിനെ കൊടുക്കണം. എല്ലാ വീട്ടിലും മുസീബത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. മുസീബത്ത് നീങ്ങണോ, ആട്ടിനെ തെളിച്ചു കൊണ്ടുപോകണം. അങ്ങനെ എല്ലാ റാത്തീബ് വേദിയിലേക്കും ആട്ടിനെ കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതേ ദുന്യാവ് വേണമല്ലേ? അതേ, ജൂത പുരോഹിതന്മാരും റബ്ബിമാരും പാതിരിമാരുമൊക്കെ ജനങ്ങളുടെ മുതലുകൾ അന്യായമായി തിന്നുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അവര് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. ഈ രൂപത്തിൽ റാത്തീബുകൾ നടത്തുമ്പോ ആർക്കും മനസ്സിലായിട്ടില്ല ഇതെന്താ പരിപാടിയെന്ന്. അതുകൊണ്ടല്ലേ ഒരു റാത്തീബിന് കൊടുത്ത ആശംസ ആരാ കൊടുത്തതെന്ന് ബാനറൊന്ന് കണ്ടോ? മുഹീദ്ദീൻ റാത്തീബിനതാ ആശംസ അർപ്പിച്ച പാർട്ടി ആരാണെന്നൊന്ന് കണ്ടോ? സ്ക്രീനിൽ കാണുന്നില്ല.
ആരുമില്ലേ? എല്ലാ ബെസ്റ്റ് വിഷസ്, എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് അതേ മൊഹീദ്ദീൻ റാത്തീബ് ബദരിയത്ത് പള്ളിയിലെ മൊഹീദ്ദീൻ റാത്തീബിന് ആശംസ പറഞ്ഞിരിക്കുന്നത് അതേ ഡാഷ് ബാർ ആൻഡ് റെസ്റ്റോറന്റ്. ബാറന്നല്ലേ? ബാറാണ് മദ്യം. അതെ, അബ്കാരി കോൺട്രാക്ടർമാർ അവർക്കറിയാ ഇതൊക്കെ ചെലവാകും. ഇവർക്കൊരാശംസ കൊടുത്താൽ ഇങ്ങോട്ടും ആൾക്കാർ വരും. നമുക്കൊരാശംസ പറഞ്ഞിട്ട് ആരും വേണ്ടി ചെല്ലൂല. മറ്റോടത്തൊരാശംസ കൊടുത്താൽ ചിലപ്പോൾ നാളെ കച്ചവടം കൂടുമെന്ന് ചിലപ്പോൾ പലരും തെറ്റിദ്ധരിച്ചേക്കാം. സഹോദരന്മാരെ, അപ്പോ ഈ രൂപത്തിലൊക്കെയുള്ള പല ചടങ്ങുകളും പലരും ചെയ്യുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലും അതേ ഇസ്ലാമിന്റെ പ്രകാശം ഈ ലോകത്തേക്ക് ജനങ്ങളെ പഠിപ്പിക്കാൻ നിയുക്തരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അതേ പുരോഹിതന്മാര് വിട്ടില്ല. നബി തങ്ങളെക്കുറിച്ച് മുസ്ലിം വിശ്വസിക്കേണ്ടതല്ലാത്ത പലതും പഠിപ്പിക്കുകയാണ്. എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് പോലും. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ മുസ്ലിമേ? അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? മഹാനായ നമ്മുടെ നേതാവതാ മദീനയിലെ ഖബറിലല്ലേ ഉള്ളത്? അവിടുത്തെ ആത്മാവ് അതേ അത്യുന്നതമായ പദവിയിലല്ലേ ഉള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സർവ്വ മനുഷ്യരുടെയും കൂടെയുണ്ട് പോലും. നാം ചെയ്യുന്നത് മുഴുവൻ അവിടുന്ന് കാണുന്നുണ്ട് പോലും. എല്ലാം അവിടുന്ന് കേൾക്കുന്നുണ്ട് പോലും. നമ്മുടെ ഓരോ ചലനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നുണ്ട് പോലും. എന്നിട്ടാ നബി തങ്ങളോട് പറയാണ്, അലാ യാ റസൂലല്ലാഹി നവ്വിർ സരീറതി വജിസ്ബി വറൂഹി അൻത നൂറുൻ തുവഖദു. ഓ റസൂലേ, എന്റെ അകം പ്രകാശിപ്പിക്കണേ, എന്റെ ശരീരത്തിന് പ്രകാശം നൽകണേ, എന്റെ റൂഹിന് ആത്മാവിന് പ്രകാശം ചൊരിയണേ. അങ്ങ് പ്രകാശമല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുന്നു. അലാ യാ റസൂലല്ലാഹി അശ്കൂക ഗഫലതി ഫഹബ് ലി ഖൽബൻ ദാകിറൻ ലാ തമറദു. നബിയേ, എന്റെ അശ്രദ്ധയെക്കുറിച്ച് അങ്ങയോട് ഞാൻ പരാതി പറയുന്നു. എപ്പോഴും ഓർക്കുന്ന ദാക്കിറായ ഒരു ഖൽബനിക്ക് അങ്ങൊന്ന് തരണം റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുന്നു. നമ്മൾ ആലോചിക്കണം, ഇത് ഇസ്ലാമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. ഈ പുരോഹിതന്മാര് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമല്ല. ഇസ്ലാമിന്റെ പേരിൽ, പ്രകാശമാണെന്ന പേരിൽ ഇവർ പരത്തുന്നത് പാവപ്പെട്ട ജനങ്ങളെ, സാധാരണക്കാരെ നിങ്ങൾ ഇവരെ തെറ്റിദ്ധരിക്കരുത്. ഇവര് ശരിയായ ഇസ്ലാമിന്റെ വക്താക്കളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒരിക്കലുമല്ല. അവര് കൊണ്ടുപോകുന്നത് ദലാലത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പേരിൽ പച്ചക്കളവുകൾ പറയും, അവിടുന്ന് പറയാത്തത് പറയും, അവിടുത്തേതല്ലാത്തത് അവിടുത്തേതാണെന്ന് പറയും. ഏതോ മുടി കൊണ്ടുവന്ന് ഇത് നബി തിരുമേനിയുടെ മുടിയാണെന്ന് പറയും. മുടി തന്നെ, പക്ഷേ തലയാരുടേതെന്നാണ് അറിയാത്തത്. മുടി തന്നെ. ഒന്നുകിൽ ബോംബെയിലെ തെരുവിലെ പെണ്ണിന്റെ മുടിയാണ്, അതല്ലെങ്കിൽ അറേബ്യയിലെ ലബനാനിലെ പെണ്ണിന്റെ മുടിയാണ്, അതല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണിന്റെ മുടിയാണ്. അതേ, അങ്ങനത്തെ ഒരു കാർക്കൂന്തലിന്റെ കെട്ടുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇത്ര നീണ്ട മുടി ഉണ്ടായിരുന്നുവോ? ഇങ്ങനെ നീണ്ട മുടിക്കെട്ടുമായി വന്ന് ആ മുടിക്കെട്ടിൽ നിന്നൊരു കഷ്ടം മുറിച്ചെടുത്ത് അത് മുക്കിയ രോമവെള്ളം കുടിപ്പിച്ചുകൊണ്ട് രോമ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി കോടികൾ പിരിച്ചുകൊണ്ട് നടക്കുന്ന സഖാഫിമാരുടെ ശർറിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലരുടെയൊക്കെ കയ്യിൽ മുത്തുനബിയുടെ നഖമുണ്ട് പോലും, മുത്തുനബിയുടെ ജുബ്ബയുണ്ട് പോലും, മുത്തുനബിയുടെ ചെരിപ്പുണ്ട് പോലും. ഇനി ഇതാ നാളെ ഇവർ വന്നിട്ട് പറയും, ഇത് ഫാത്തിമ ബീവിയുടെ സോക്സാണ്, ഇത് സൈനബ ബീവിയുടെ വളയാണ്, ഇത് ആയിഷ ബീവിയുടെ കമ്മലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ സഖാഫിമാര് രംഗത്ത് വരുമ്പോൾ സൂക്ഷിച്ചോ മുസ്ലിമേ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അവിടുത്തെ മുടിയല്ലാത്തത് കൊണ്ടുവന്ന മുടിയാണെന്ന് പറയുന്ന, വടിയാണെന്ന് പറയുന്ന, മെതിയടിയാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ നിങ്ങളെ ചൂഷണം ചെയ്ത് പറ്റിക്കുന്നു. ഇസ്ലാമിലേക്ക് മടങ്ങിക്കോ.
ശരിക്കാലോചിക്കണം. എന്തൊരു സംസ്കാരത്തിലേക്കായി കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളവസ്തുക്കൾ കൊണ്ടുവന്നിട്ട് അതിട്ട വെള്ളം കുടിപ്പിച്ച് നടക്കുന്ന സംസ്കാരം. ആ രൂപത്തിലുള്ള സംസ്കാരത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്. മാത്രമല്ല, നബി തിരുമേനിയുടെ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട്, അതേ തങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ടും പല രൂപത്തിലുള്ള എല്ലാ പ്രവൃത്തിയും തങ്ങക്ക് ചെയ്യാം. തങ്ങ എന്ത് ചെയ്താലും ഒന്നും പറഞ്ഞുകൂടാ. തങ്ങയാണോ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കുടുംബ പരമ്പരയിലേക്ക് എത്തുന്ന ആളാണോ? അതിന് സനദുണ്ടോ? ശരിയായ രൂപത്തിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും ചിന്തയില്ല. ഒരുത്തൻ കുപ്പായമിട്ട് വന്നിട്ട് പറയും ഞാനും തങ്ങയാണ്, ഇവനും തങ്ങയാണ്, ഇവനും തങ്ങളാണ്. എന്നിട്ടോ ചിലപ്പോ തങ്ങൾ ഇങ്ങനെ സിഗരറ്റ് വലിക്കും, ചിലപ്പോ തങ്ങൾ നിസ്കരിക്കൂല, ചിലപ്പോ തങ്ങൾ ഇങ്ങനെ അതേ വെള്ളമടിച്ച് കിടന്നാലും, വെള്ളമടിച്ച് തങ്ങ കടന്നാലും കൈമുത്താൻ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. കാരണം ഫത്വ കൊടുക്കാൻ കേരള ശിയാക്കൾ റെഡിയാണ്. മൂത്രത്തിൽ വീണാലും മുത്ത് തന്നെ, മൂത്രത്തിൽ വീണാലും മുത്ത് തന്നെ. തങ്ങ കുടിച്ചു കിടന്നാലും തങ്ങ തന്നെ. തങ്ങശാല വ്യഭിചാരശാലയിൽ പോയാലും തങ്ങ തന്നെ എന്ന് പറയാൻ ആളുണ്ടാകുമ്പോൾ അഹ്ലു ബൈത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹനീയമായ ആ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന നിലക്ക് അതേ പെണ്ണിനെ മുത്തുന്ന തങ്ങന്മാര്, അതുപോലെ തന്നെ അതാ ബീഡി വലിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, പലിശക്ക് കാശ് കൊടുക്കുന്ന, അതേ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലും മിണ്ടിക്കൂടാ. കാരണം മുത്ത് തന്നെ. ഇനി ഒരാൾ വാട്ടറടിച്ചാൽ, കള്ളടിച്ചു കിടന്നാലും അത് പറയാൻ പാടില്ല. കാരണം എന്താണ്? ഔലിയാക്കന്മാര് അവർക്കൊരു പ്രത്യേകതയുണ്ട്. കൊണ്ടുവരുന്നത് ഒരുപക്ഷെ കള്ളിന്റെ ബോട്ടിലാകും. ഉള്ളിൽ ചിലപ്പോൾ ചാരായമോ വിദേശമദ്യമോ ആണെങ്കിലും ബോട്ടിലിന്റെ ആ ഡപ്പി തുറന്ന് കോർക്ക് തുറന്ന് ഒരു വായിലേക്ക് ഒഴിക്കുമ്പോഴേക്ക് പടച്ച റബ്ബദാ അതിനെ അസലം മുസഫ ശുദ്ധ തേനാക്കി മാറ്റാൻ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. പടച്ചോന് കഴിവുണ്ട്. അല്ലാഹ്ക്ക് കള്ള് തേനാക്കാൻ കഴിവുണ്ട്, ഞങ്ങൾക്കും സംശയമില്ല. പക്ഷേ ഇവൻ കുടിച്ചത് കള്ള് തന്നെ, കുടിച്ചത് വട്ടച്ചാരായം തന്നെ. അതിന് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഫത്വ കൊടുക്കണ്ട. ഒരു വലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നിസ്കരിക്കാത്തൊരു വലിയുണ്ടായിട്ടില്ല. നിസ്കരിക്കാത്ത വലിയില്ല, മദ്യം ഉപയോഗിക്കുന്ന വലിയില്ല, തെമ്മാടിത്തം ചെയ്യുന്ന വലിയില്ല. ഇന്നതാ ഔലിയാക്കളെന്ന് പറയുന്ന ആളുകൾക്കതാ സുഖലോലുപ ജീവിതം തന്നെ. പട്ട് ധരിക്കുന്നവരുണ്ട്, പൊന്നിന്റെ മോതിരം അണിയുന്നവരുണ്ട്, പൊന്നിന്റെ ചെയിൻ അണിയുന്നവരുണ്ട്. അതുപോലെ തന്നെ റമദാനിന്റെ പകൽ പോലും പരസ്യമായി ചായ കുടിക്കുകയും മുരീദന്മാരെ കുടിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. നിസ്കാരത്തിൽ ജുമാക്ക് പോലും പോകാതെ കഥകടച്ചിരുന്നിട്ട് മുരീദന്മാരുടെ മുമ്പിലേക്ക് കൈപ്പത്തി കാണിച്ചു കൊടുത്ത് ഞാനിപ്പോ ഹറമിലെ ഇമാമാണെന്ന് അതേ ബടായി പറയുന്നവരും ഉണ്ട്. ഇസ്ലാമല്ല, ഇതൊക്കെ തനിച്ച വിശ്വാസത്തിന്റെ ഏറ്റവും മാപതിച്ച അന്ധവിശ്വാസത്തിന്റെ അങ്ങേ തലയാണ്. മനസ്സിലാക്കണം. ഇതിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കാനായി ഇതുപോലെ ലൈറ്റ് എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. മാത്രല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താ പഠിപ്പിച്ചത്? ഒരു കുടുംബത്തിലേക്ക് ഒരാളെ പേര് ചേർത്തത് കൊണ്ട് ഒരാൾ നല്ല ആളാവോ? ഇല്ല. കുടുംബത്തിലേക്ക് പേര് ചേർത്തത് കൊണ്ട് മഹത്വം കിട്ടണമെങ്കിൽ അയാൾ ഈമാനുള്ള വ്യക്തിയാവണം. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കിടയിൽ ഏറ്റവും മാന്യനാരാണ്? അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ആദരവ് കിട്ടുന്നവൻ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവൻ തന്നെ. അതേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, നബിയുടെ കുടുംബത്തിലേക്ക് ചേർത്തത് കൊണ്ട് രക്ഷപ്പെടുമോ? നബി കുടുംബം അല്ലാത്തത് കൊണ്ട് രക്ഷയില്ലാതാകുമോ? ഈമാനുണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ട്. കേട്ടിട്ടില്ലേ ചരിത്രം, ഇസ്ലാമിക ചരിത്രം? ലംറൂകമൽ ഇൻസാനു ഇല്ലാ ബിദീനിഹി ഫലാ തത്റുകി തഖ്വത്തി കലന്നലൻ നസബി ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വളഅ ശിർകുൻ നസീബ അബാ ലഹബി. കണ്ടോ, പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു
അത്യുന്നത പദവിയിലെത്തി. അതേ അവസരത്തിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിലേക്ക് അതേ ചേർത്ത് പറയുന്ന അബൂലഹബിന് രക്ഷ കിട്ടിയോ? ഇല്ലല്ലോ. അപ്പൊ തഖ്വയാണ്. കുടുംബ ബന്ധമുണ്ടെങ്കിൽ അതിന്റെ തിളക്കവും നിലനിൽക്കണമെങ്കിൽ ഈമാന് വേണം, തഖ്വ വേണം. അതൊക്കെ മറന്നിട്ട് ഞാൻ തങ്ങേനെ ഇന്നൊന്നും പറയാൻ പറ്റൂല പറഞ്ഞ് പേടിപ്പിക്കുക. അവര് ക്യാൻസർ ഉണ്ടാക്കും, അവര് മുറിവുണ്ടാക്കും, അവര് കുഴപ്പമുണ്ടാക്കും, ഉരുത്തക്കേട് തട്ടും എന്നും പറഞ്ഞ് മനുഷ്യനിൽ നിന്ന് പണം പിടുങ്ങുവാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിലേക്കും ചേർത്ത് പറയാ. മാത്രല്ല സലാത്ത് പോലും ഇപ്പൊ എന്താ കച്ചവടാണ്. സലാത്ത് എല്ലായിടത്തും കച്ചവടം. സലാത്ത് എന്നല്ലേ ഉള്ളാളെ തങ്ങ പറഞ്ഞത്. എന്തേ സലാത്ത് എല്ലാവർക്കും കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായി. അപ്പൊ എല്ലായിടത്തും സലാത്ത്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഖലീൽ ബുഖാരിയുടെ സലാത്ത് ഉണ്ടാക്കിയപ്പോ നല്ല വരുമാനം ഉണ്ട് എന്ന് കണ്ടപ്പോ എല്ലാവരും സലാത്ത് ഉള്ളാളെ തങ്ങക്ക് അങ്ങനെ മനസ്സിലായി. മാത്രല്ല ഇപ്പൊ വേറെ പുതിയൊരു പരിപാടി. ഓരോ ദിവസം മുസ്ലിയാക്കന്മാരിങ്ങനെ പുതിയ പരിപാടി തുടങ്ങുകയാണല്ലോ. ഇപ്പൊ തുടങ്ങിയ പരിപാടി എന്താ? ഇപ്പോ ഒരു നോട്ടീസ് കണ്ടു. എന്താ നോട്ടീസ്? പത്രത്തില്, ഇവിടുത്തെ സുദ്ദി ദിനപത്രത്തില് 15/3/2012 നിങ്ങൾക്ക് ബാനറിൽ കാണാം. എന്താ പറഞ്ഞത്? ഈശ്വരമംഗല സുന്നി മഹാസമ്മേളന ಹಾಗೂ പുണ്യ മദീന സന്നിധിಗೆ 10 കോടി സലാത്ത് സമർപ്പണേ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10 കോടി സലാത്ത് സമർപ്പിക്കുകയാണ് മദീനത്തേക്ക്. എന്താ ചെയ്യേണ്ടത്? 10 കോടി സലാത്ത് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. എങ്ങനെ അത് കൊടുക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ ദിവസവും കഴിവിന്റെ പരമാവധി സലാത്തുകൾ ചൊല്ലുക. എന്നിട്ട് ചൊല്ലുന്ന സലാത്തുകളുടെ എണ്ണം ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഒരു ദിവസം ഞാൻ ഇത്ര ചൊല്ലി, മറ്റേ ആള് കുഞ്ഞാത്തുമ്മ ഇത്ര ചൊല്ലി, ഖദീജ കുട്ടി ഇത്ര ചൊല്ലി, നഫീസ് ഇത്ര ചൊല്ലി, അഹമ്മദ് ഇത്ര ചൊല്ലി, അബൂബക്കർ ഇത്ര ചൊല്ലി, ഓരോരുത്തരും. എന്നിട്ട് അതെന്ത് ചെയ്യണം? ഈ മുസ്ലിയാക്കന്മാരുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു പറയണം, SMS അയച്ചു കൊടുക്കുക. ഞാൻ ഇത്ര ചൊല്ലിയിട്ടുണ്ട്. അബൂബക്കർ വിളിക്കുന്നു, ഉമ്മർ വിളിക്കുന്നു, എല്ലാവരും വിളിക്കുക. ഇതൊക്കെ കൂടി ഒരുക്കൂട്ടുന്ന സ്ഥലമാണ് ഇവിടെ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? ഈ സുന്നി മഹാസമ്മേളന പിന്നെ പുണ്യമദീന സന്നിധിയെ 10 കോടി സലാത്ത് സമർപ്പിക്കും. ഇവിടുന്ന് അയക്കണത് ഇല്ല. സാധാരണ ഉണ്ട് ഓരോ സ്ഥലത്തെ തേങ്ങ ശേഖരിച്ച് അവിടുന്ന് അയക്കും. ഇങ്ങനെ 10 കോടി സലാത്ത് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് പുത്തൂരിന്ന് അയക്കാൻ പോകുക. എവിടേക്ക്? മദീനത്തേക്ക്. ഇത് ഇവിടുന്ന് തുടങ്ങിയതാ. ആരാ സുഹൃത്തെ ഇതൊക്കെ തുടങ്ങിയത്? ഇതിങ്ങനെ കെട്ടി അയക്കുന്ന സമ്പ്രദായം നിങ്ങളല്ലേ പറഞ്ഞത്? മുത്തുനബി നമ്മളൊക്കെ കൂടെ തന്നെ ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ എല്ലാം കണ്ടും കേട്ടും മുത്തുനബി ഉണ്ടാവുമ്പോ എവിടേക്കായി പാർസല്? 10 കോടി എവിടേക്കായി പാർസല്? ഓരോ സ്ഥലത്തുനിന്നും കോടികൾ. എന്താ മുസ്ലിയാക്കന്മാര് വരുമാനം ഉണ്ടാക്കാനുള്ള സൂത്ര? ഇനി അടുത്ത പരസ്യം എന്ത് പറയുന്നറിയോ? നിങ്ങൾ ചൊല്ലുന്ന ഓരോ സലാത്തുകളുടെയും എണ്ണത്തിനനുസരിച്ച് ഓരോ രൂപ കൂടി ഇങ്ങോട്ട് പാർസൽ അയക്കേണ്ടതാണ്. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ ശാപ്പാടടിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇലാഹ നടത്തി അൽ ഫാത്തിഹ ഞങ്ങൾ ഓതിക്കോളാം. ഈ ഒരു അവസ്ഥയിലേക്ക് പാതിരിമാര്, പുരോഹിതന്മാര് സലാത്ത് ബിസിനസ്സാക്കി കച്ചവടമാക്കിക്കൊണ്ട് കോടികൾ പിരിച്ചെടുത്തുകൊണ്ട് ഇതും ഒരു വ്യവസായമാക്കുവാനുള്ള ഏർപ്പാടിലേക്കാണ് നീങ്ങുന്നത്. സമൂഹമേ, വളരെയേറെ ശ്രദ്ധിച്ചോളണം. ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കൃത്യമായി തന്നെ വരച്ച് കാണിക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹം മനസ്സിലാക്കണം, സർവശക്തനായ റബ്ബ് ഇത്തരത്തിലുള്ള മുസ്ലിയാക്കളുടെ ഫിത്നകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമേ, ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലണം. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണം. ആരെയും കാണിക്കാനല്ല, എങ്ങോട്ടും ആ നിലക്ക് പേര് കിട്ടാനല്ല. ഇവർക്ക് അങ്ങനെയൊക്കെ മതി. ആളുകൾ കാണാൻ വേണ്ടി ഇവർക്ക് സലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ട്. പണശേഖരണത്തിന് വേണ്ടി സലാത്ത് സമർപ്പിച്ചാലും ഇവർക്ക് കൂലിയുണ്ട്.